പോലീസ് അതിക്രമങ്ങളിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി പുറത്തുവന്ന ഒറ്റപ്പെട്ട സംഭവങ്ങൾ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചു. പോലീസിന്റെ ഭാഗത്തുനിന്ന് തെറ്റായ ഒന്നും ഉണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മുന്നണി യോഗത്തിലാണ് വിശദീകരണം. വിവരങ്ങളുമായി ചേർന്നു. ശ്രീത്ത്, ആവർത്തിച്ച എന്ന് പറഞ്ഞാൽ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ആവർത്തിച്ച് ഓരോ ദിവസം ഓരോന്ന് എന്ന ഈ പോലീസ് അട്രോസിറ്റിയുടെ ബ്രൂട്ടാലിറ്റിയുടെ വാർത്തകൾ വരുമ്പോഴും ഒറ്റപ്പെട്ട സംഭവം എന്ന പതിവ് മറുപടിയാണോ മുഖ്യമന്ത്രി പറയുന്നത്? ശ്രീത്ത്, ഹാഷ്മി, ഇന്നത്തെ LDF യോഗത്തിൽ മുഖ്യമന്ത്രി സ്വമേധയാണ് പോലീസിനെതിരായ അതിക്രമങ്ങളെ പറ്റിയുള്ള വിശദീകരണം നടത്തിയത്. വളരെ സമയമെടുത്ത് തന്നെ മുഖ്യമന്ത്രി ഈ കാര്യങ്ങൾ വിശദീകരിച്ചു. ഏതാണ്ട് 40 മിനിറ്റോളം സമയമെടുത്താണ് ഈ പോലീസുമായി ബന്ധപ്പെട്ടതും സർക്കാരുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളിലും മുഖ്യമന്ത്രി പ്രതികരണം നടത്തിയത്. പോലീസിനെ പറ്റി ഉയർന്നു വരുന്ന ആരോപണങ്ങൾ നേരത്തെ സംഭവിച്ച ചില കാര്യങ്ങളാണ്. അത്തരം പരാതികൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ കർശനമായ നടപടി സ്വീകരിച്ചു. എന്നാൽ ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് എന്ന് മാത്രമേ ചൂണ്ടിക്കാണിക്കാൻ കഴിയൂ. ഇത് സംസ്ഥാനത്തിന്റെ സേനയിലാകെ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നു എന്ന് പറയുന്നത് അവാസ്തവമാണ്. ഇത്തരം കാര്യങ്ങളെ പർവ്വതീകരിച്ച് കാണിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കാലത്തും മറ്റും അത്തരം ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ചെറിയ വീഴ്ചകൾ പോലും ഉണ്ടാകാതിരിക്കാനുള്ള ശ്രദ്ധയും ഇടപെടലും ഉണ്ടാകുമെന്ന കാര്യം മുഖ്യമന്ത്രി മുന്നണി നേതൃത്വത്തിന്റെ യോഗത്തിൽ ഉറപ്പു നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഘടകകക്ഷികളും മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിൽ തൃപ്തരാണ്. നിയമസഭാ സമ്മേളനം മറ്റും നടക്കുന്നതുകൊണ്ടാണ് മുഖ്യമന്ത്രി സ്വമേധയാ ഇത്തരമൊരു വിശദീകരണം പാർട്ടിക്കകത്ത് മുന്നണി യോഗത്തിനകത്ത് നൽകാൻ തയ്യാറായെന്ന് വേണം അനുമാനിക്കാൻ. മാത്രമല്ല, CPIയുടെ സംസ്ഥാന സമ്മേളനത്തിലും മറ്റും പോലീസിനെതിരെ രൂക്ഷമായ വിമർശനം നേരിടുന്നു. ഈ പശ്ചാത്തലത്തിലാണ് മുന്നണി യോഗം വിളിച്ച് മുഖ്യമന്ത്രി തന്നെ പോലീസ് അധികൃതരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു വിശദീകരണം നടത്തുന്നത്. ശ്രീത്തം, സഭയിൽ വരും ദിവസങ്ങളിൽ ഈ പോലീസ് അട്രോസിറ്റി പ്രതിപക്ഷം ഉറപ്പായും ഒരു ചർച്ചയായി അടിയന്തര പ്രമേയം അല്ലാതെയും ഒക്കെ ഉയർത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല, തർക്കമില്ല. മുഖ്യമന്ത്രി സഭയിൽ അത് വിശദീകരിക്കുകയാണെങ്കിലും എന്താകും ആ വിശദീകരണം എന്നതിന്റെ ഒരു സാമ്പിൾ കൂടിയാണ് മുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രി പറയുന്നത്, അല്ലേ ശ്രീത്? തീർച്ചയായും നിയമസഭയിൽ മുഖ്യമന്ത്രി സ്വീകരിക്കാൻ പോകുന്ന സമീപനം എന്താണെന്നതിന്റെ ഉത്തമ ദൃഷ്ടാന്തമായിട്ട് വേണം മുന്നണി യോഗത്തിലെ ഈ വിശദീകരണത്തെ കാണാൻ. നാളെ തന്നെ സഭാതലത്തിൽ ഈ വിഷയം ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. കുന്നംകുളത്ത് പോലീസ് സ്റ്റേഷനിൽ ഈ യൂത്ത് കോൺഗ്രസ് നേതാവിനെ ക്രൂരമർദ്ദനമേറ്റതും ഒപ്പം PT ഡാം പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായ അതിക്രമവും മറ്റ് സമാന സംഭവങ്ങളെ പറ്റി നിരവധി വിവരങ്ങൾ വന്നെങ്കിലും മുഖ്യമന്ത്രി ഇതുവരെ പൊതുജന മധ്യത്തിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലോ ഒരു പ്രതികരണം ഇതിനെപ്പറ്റി നടത്തിയിരുന്നില്ല. ഇതാദ്യമായി മുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രി വിശദീകരണം നടത്തുന്നു. അപ്പോൾ മുന്നണിയെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുക എന്നൊരു സമീപനം മുഖ്യമന്ത്രി സ്വീകരിക്കുന്നു. പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് നാളെ മുഖ്യമന്ത്രി സഭയിൽ നൽകാൻ പോകുന്ന മറുപടിയും ഈ തോതിലുള്ളതായിരിക്കുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പിക്കാൻ കഴിയും. ഓക്കെ, ശ്രീത്താണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി ഒരുപക്ഷെ നാളെ സഭയിൽ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയാണെങ്കിൽ എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളതിന്റെ സൂചനയെ LDF യോഗത്തിൽ മുഖ്യമന്ത്രി പറയുന്നതിനെ കാണാം. കുന്നംകുളത്തടക്കം പീച്ചിയിലടക്കം അതിനുശേഷം ഇങ്ങോട്ടേക്ക് വന്ന് ഓരോന്നോരോന്നായി വന്ന പോലീസിന്റെ അതിക്രൂര മർദ്ദനങ്ങളെക്കുറിച്ച് അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് എന്ന പതിവ് രീതിയിലുള്ള പ്രതികരണം തന്നെയാണ് മുഖ്യമന്ത്രി പറയുന്നത്. സഭയിലും അത് തന്നെ ആവാനാണ് സാധ്യത, ചാൻസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.